ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു യോനോ. നിങ്ങൾ വീഡിയോ കാണുക ബേസിക്കലി വൈകുന്നേരം 7 മണിക്കാണെങ്കിലും ഞാൻ രാവിലെ ഓഫീസിലെത്തി 9 മണി ആവുന്നു ആ സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എടുക്കണോ, സംസാരിക്കണോ, അല്ലെ വേണ്ട, സംസാരിച്ചാൽ തെറ്റിപ്പോവോ? കാരണം ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ഗുരുതരമാണ് ഗൈസ്, ഗുരുതരമാണ്. അത് നമുക്ക് എന്താ കണ്ടന്റ് എന്നുള്ളത് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാ ഞാൻ പറയും ഇന്ന നിന്റെ ഉള്ളിൽ മെല്ലെ വീഡിയോ സാറിന് പിന്നെ എവിടെയും പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. ഇന്ന് ഫോൺ ഉണ്ടോ? ഫോൺ ഉണ്ടോ? ഹൂയിൻ്റെ അപ്പ ചെക്കൻ്റെ ഒരു ധൈര്യേ. ഞാനും ഈ 1, 2, 3, 4, 10 +1 +2 ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞ് പഠിച്ച് ഇവിടെ എത്തിയതാണ്. പക്ഷെ എന്നാലും എനിക്കൊന്നും ഇത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ +1 +2 അല്ല പഠിച്ചത്, VHSC ആണ്. VHSCയിൽ പഠിച്ച സമയത്ത് എനിക്കൊരു സാറുണ്ടായിരുന്നു. സാറിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. സാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാറിന് ഒരാളെ മാത്രമായിട്ട് അടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ സാർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ചോദ്യം ചോദിക്കും, നമ്മൾ ഉത്തരം പറയാണ്ടാവുന്നത് വരെ. ഇപ്പം നമ്മൾ ഉത്തരം പറഞ്ഞാൽ നമ്മൾ ഇരുത്തും, ബാക്കിയുള്ള ആളോട് ചോദിക്കും. അങ്ങനെ പറയാത്ത 2 ആൾ നിൽക്കുമല്ലോ. ഈ ഉത്തരം പറഞ്ഞിരിക്കുന്ന ആൾക്കാരടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ച് ആൻസർ പറഞ്ഞില്ല എന്ന് കൺഫേം ആയി എല്ലാവരും നിരന്ന് നിൽക്കുന്ന സമയത്ത് സാറ് വടിയെടുത്ത് വന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇടിക്കും. സാറിന് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് നമുക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കും, കാരണം നമ്മൾ ഇത്രയും ഉത്തരമുണ്ട്, പക്ഷെ നമ്മളൊന്നും പറയില്ല, കാരണം പേടിയാണ്, പേടി. അങ്ങനെ അധ്യാപകരെ പേടിച്ച് നടന്നൊരു കാലം. ഇപ്പോഴും ഞാൻ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ടീച്ചേഴ്സിനെ കാണും. എന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്നെ ആവണമെന്നില്ല, ഞാൻ പഠിച്ച സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും. പക്ഷെ അവരെ കാണുമ്പോൾ നമുക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ വല്ല ടീച്ചറെ എന്ന് വിളിച്ച് ഇങ്ങനെ എണീച്ച് നമ്മൾ വേഗം ഒന്നെങ്കിൽ നമ്മുടെ സീറ്റ് കൊടുക്കും, അല്ല അടുത്തിരിക്കുകയാണെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ടീച്ചറെ സുഖമില്ല, ഇങ്ങനെയല്ലേ ഈ ഒരു സാധനം നമുക്ക് വരും. ചില ടീച്ചേഴ്സിനൊക്കെ നമ്മൾ വഴി പോകുമ്പോൾ എൻ്റെ മോളെ ആ ടീച്ചറാട്ടോ എന്നെ നല്ലോണം അടിച്ചത്, ചീത്ത പറഞ്ഞത്, അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞത് എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് നമുക്ക് ഒരിക്കലും അവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നും സങ്കല്പിക്കാനേ പറ്റില്ല. ഇന്ന് അവരെന്നെ പഠിപ്പിക്കുന്ന കൂടിയില്ല, പക്ഷേ ഇന്നും ഒരു ബഹുമാനം. അങ്ങനെ ഒരു ലെവലിൽ പഠിച്ച ആളെന്ന നിലയിൽ ഈ ന്യൂസ് ശരിക്കും കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ ഈ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്നതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന് മൈനർ കേസാണ്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് അസംഷൻസ് വരും. ഈ അസംഷൻസ് വെച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, ചില ആൾക്കാർ പറയാം ചെക്കൻ ഫുള്ള് അഞ്ചാവാ, അതിൻ്റെ പുറത്ത് നിന്ന് സംസാരിക്കുന്ന കാര്യമാണിത്. ചില ആൾക്കാർ പറയും വീട്ടിൽ അച്ഛനെയും അമ്മേനെയും പറഞ്ഞാൽ മതി, ചില ആ സാറിന് പറഞ്ഞാൽ മതി, ഈ സ്വഭാവം ഉണ്ടെങ്കിൽ 2 എണ്ണം കൊടുക്കണ്ടേ. ഇങ്ങനെ കുറേ അസംഷൻസ് വരും. ഈ അസംഷൻസ് വെച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ 7 പ്രിൻസിപ്പിളിൽ ഒരു പ്രിൻസിപ്പിളാണ് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ ജഡ്ജ്മെൻറ്റ് വെച്ച് നമ്മൾ നമ്മളുടെ ക്ലയൻറ്റിനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. ഈ കേസിലും ജഡ്ജ്മെൻ്റ് ഒന്നുമില്ല, വളരെ റാൻഡമായി കണ്ടൊരു വീഡിയോ ആണ്. ഈ സെയിം വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തുകൊണ്ടാണ് ടോപ്പിക്ക് സംസാരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ജനറേഷൻ ഡിഫറൻസ് ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികളുടെ വ്യത്യാസങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുമല്ലോ, നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിലും കുറേ പിള്ളേരെ നമ്മളടുത്ത് നിൽക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണും, കേൾക്കുകയൊക്കെ ചെയ്യും. ഇന്നത്തെ കുട്ടികളുടെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഭയങ്കര ഹൈപ്പുള്ള ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലോട്ടാണ് കുട്ടികളെല്ലാം ജനിച്ച് വീണിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും അവർക്ക് കൂടുതലാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ സാധാരണ കക്ക് കളി, അങ്ങനത്തെ ഒരുപാട് കളികൾ, അല്ലെങ്കിൽ അമ്മക്കുട്ടി, ചോറ് വെച്ച് കളിക്കുക, പിന്നെ മണ്ണപ്പം ചൂട്, അങ്ങനത്തെ കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ കൂടുതലും മൊബൈൽ ഫോണ്, വീഡിയോസ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നീ മേഖലയിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പം ഒരു ഹീറോയിസ്റ്റിക് മൈൻഡ് നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പോൾ നമ്മളൊരു റീലിൽ കൂടെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ കൂടെ കാണുന്നതായിരിക്കാം.
പിന്നെ ഈ വീഡിയോൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചൂല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു പഴയ ടീച്ചർ, മിസ്സിൻ്റെ പേര് ഞാൻ ഇപ്പോഴും പറയും, പ്രീത മിസ് എന്നാണ് പേര്. എന്നെ 10th വരെ പഠിപ്പിച്ച ആ ടീച്ചർ എന്നാൾ തിയേറ്ററിൽ കണ്ട സമയത്ത് എൻ്റെ നെയിൽ പോളിഷ് കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ ഇപ്പോഴും ഇത് നിർത്തിയിട്ടില്ല അല്ലേ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാഗിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ചെറിയ കണ്ണാടി, ലിപ് ബാം, നെയിൽ പോളിഷ്, ഈ 3 സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് പിടിക്കുക. അന്നൊക്കെ അതായിരുന്നു. ഇന്ന് പിടിക്കുന്നത് ഫോണ്, സിമ്മ്, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഒരു ജനറേഷൻ വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ അലൗഡാണ്. കാരണം എനിക്കറിയുന്ന മിക്ക കുട്ടികളും +1 +2 പഠിക്കുന്ന കുട്ടികൾ, നമ്മളിപ്പോൾ ബസ്സിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബാഗൊക്കെ പിടിക്കാനില്ല, മിക്ക കുട്ടികളുടെ കയ്യിലും ഫോണുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എത്രയോ കുട്ടികൾ അവനവൻ്റെ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെറുതെ ചെറുപറാന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ ആയി നടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇന്നത്തെ മക്കൾക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം, പേടിയില്ലായ്മ, ബഹുമാനക്കുറവ്, ഈ ഇമോഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് അവരുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ കുറേ വ്യത്യാസങ്ങൾ വരും. അപ്പം അങ്ങനത്തെ സോഷ്യൽ മീഡിയ യൂസേജസ് നിങ്ങളുടെ മക്കളുടെ ഇടയിൽ കൂടുതലാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തത്, പഴയ പാരൻസിനെ പോലെ ഇന്നത്തെ പാരൻസ് അത്ര സ്ട്രിക്റ്റ് അല്ല. ഞാനിപ്പോൾ 10-25 വയസ്സായി, ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. എന്നാലും ഒരു 5:45 കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ അമ്മയുടെ ഒരു കോൾ വരും, എവിടെ ചിക്കു? ഇപ്പം അച്ഛനുണ്ട്, അച്ഛൻ്റെ ഒരു കോൾ വരും, എവിടെ ചിക്കു? ഏട്ടനുണ്ട്, ഏട്ടൻ്റെ കോൾ വരും, എവിടെ? നീ എത്താനായില്ലേ? ഈ ഒരു സാധനമുണ്ട്. അപ്പോൾ ആ വിളിയിൽ ഞാൻ വേഗം ഞാനിവിടെ ഉണ്ട്, ഇതാ വരുന്നത്, ഞാൻ ബസ്സിലാണ്, തിരക്കാണ്, അല്ല ഇന്ന് ലേറ്റായി എന്നൊക്കെ ഞാൻ പറയുന്നത് ആ ഒരു അച്ഛനോടും അമ്മേനോടുള്ള ഒരു ബഹുമാനം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു പേടി എന്നീ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഭയങ്കര കുറവാണ്. അപ്പം വ്യത്യാസമായിരിക്കാം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇനി ഫോൺ വെച്ച് പഠിക്കേണ്ട എന്ന സിസ്റ്റം ഇന്നത്തെ ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിലോട്ട് വന്നോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ കുറ്റം പറയുക ആ കുട്ടീനെ മാത്രമായിരിക്കും. ഇപ്പോൾ കുട്ടീനെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുട്ടി മാന്യനാണ്, കുട്ടീൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. നമ്മൾ എന്താണോ നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം എന്താണോ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതിൽ നിന്നാണ് കുട്ടികൾ വളർന്നു വരിക. ഇന്നിപ്പം ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്, വലിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ തോന്നാം, ഇപ്പോഴത്തെ ഒരു വാക്കാണല്ലോ തന്ത വൈബ് ഹിറ്റ്സ് അല്ലെങ്കിൽ തള്ള വൈബ് ഹിറ്റ്സ്, മേ ബി എന്നെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം. പക്ഷെ അതെൻ്റെ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. ആ കുട്ടി അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതിന് കൊടുത്ത അതിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാക്കിയ വ്യത്യാസം. രണ്ടാമത്തത്, വീട്ടിൽ നിന്നുള്ള ഫ്രീഡായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്കിൽ ഇല്ലാത്തത് ആയിരിക്കാം. മൂന്നാമത്തത്, കുട്ടികളുടെ കോൺഫിഡൻസ്, എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, കുട്ടി ആ വീഡിയോയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എന്നെ മെൻ്റലി ഹറാസ് ചെയ്തു, എൻ്റെ വീഡിയോസ് എടുത്തു, ഞാൻ കാണിച്ചു തരാം. ആ ഒരു തോട്ട് കുട്ടിക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നതാണ്. എന്നെ മെൻ്റലി ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫർദർ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ഒരു പോയിന്റ് വന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ മേലധികാരി ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. അത്രത്തോളം ഇന്നത്തെ കുട്ടികൾ ഡെവലപ്ഡാണ്, ഹൈ ലെവൽ ഓഫ് നോളജാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ. അപ്പം നമ്മൾ അത്രത്തോളം ശ്രദ്ധ കൊടുത്ത് നമ്മളുടെ മക്കളെ നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ ക്ലയൻസിനടുത്തൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത കപ്പിൾസിനിടയിലുള്ള ഒരു 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശാരീരിക ബന്ധത്തിൽ കൂടെ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഭാര്യ ഭർത്താവ് എന്ന ലേബലിൽ നിന്ന് അച്ഛൻ അമ്മ എന്ന ലേബലിലോട്ട് വരുന്ന സമയത്ത് അവിടെ അച്ഛൻ എന്ന നിലയിൽ ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളും അമ്മ എന്ന നിലയിൽ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഈ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിറവേറ്റി കുട്ടി നല്ല രീതിയിൽ സൊസൈറ്റിക്കും അല്ലെങ്കിൽ വീട്ടിനും നാടിനും എല്ലാത്തിനും നല്ല രീതിയിൽ പുറത്തോട്ട് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ വളർന്നു വരുന്ന സമയത്താണ് അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം തീരുന്നത്, അവരൊരു ഫാദർ മദർ എന്ന ലേബലിലോട്ട് വരുന്നത്. അപ്പം പാരൻറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്.
നമ്മളുടെ എല്ലാ ശ്രദ്ധയും നമ്മുടെ മക്കൾക്ക് ഈ ഒരു തലമുറയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ നല്ല രീതിയിൽ വളർത്തി സമൂഹത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ. സോ ഐ റിക്വസ്റ്റ് ഓൾ മൈ ന്യൂ പാരൻസ് അല്ലെങ്കിൽ ഇനി പാരൻ്റ് ആവാൻ പോകുന്ന ആൾക്കാരെ, ബി കെയർഫുൾ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ജോലിയിലാണ്, ക്ലയൻസൊക്കെ ഇങ്ങനെ അതിലും പോകേണ്ട, അതാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ ഫോർ യു. എന്ത് യൂസ് ഇല്ലേ? എനിവേ ഗൈസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ ബൈ.